കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഐക്യയിലൊന്ന് കയറിയിട്ട് ഫ്ലാറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഫ്ലാറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മളെ തിരക്കൊക്കെ കാരണം എപ്പോഴും ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാറില്ല കേട്ടോ. കുറേ പ്രാവശ്യം അത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം ധർമ്മപുരി പോയ സമയത്താണ് ഞാൻ അവിടെ മിസ്റ്റർ DIY കാണുന്നത്. ഞാൻ കുറെ കാലമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള മറ്റൊരു ഷോപ്പും കൂടി ആയിരുന്നു കേട്ടോ. സത്യം പറയാലോ, അകത്ത് കയറിയപ്പോ ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയി. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും അങ്ങനെ വലിയൊരു കളക്ഷൻ തന്നെയുള്ള അടിപൊളി ഷോപ്പ്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പക്ഷെ ഇത് മാത്രമല്ല, എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര വിലക്കുറവിലായിരുന്നു. ഇതിന്റെ ഒരു പ്രൈസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ പല സാധനങ്ങളും നോക്കി വെച്ചതിനൊക്കെ ഡബിൾ കുറവ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോകണല്ലോ. അപ്പൊ ഞാൻ കുറെ സെറാമിക്കിന്റെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു, കുറെ ചില്ലിന്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പൊട്ടുമോ നാശമാവോ എന്നുള്ളതായിരുന്നു എന്റെ മറ്റൊരു ടെൻഷൻ. അവരുടെ സർവീസും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവര് നല്ല വൃത്തിയിൽ ഞങ്ങൾക്ക് അതൊക്കെ പാക്ക് ചെയ്ത് തന്നു. കുറെ സമയം എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടായിരുന്നു അവർ ഞങ്ങൾക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ തോന്നിയാൽ ലോങ് ഡ്രൈവ് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ടാണ് ട്രാവലോഞ്ച്. നമ്മൾ പാലക്കാട് വാളയാർ എത്താനാവുമ്പോൾ ഹൈവേയിൽ തന്നെ ഒരു ട്രാവലോഞ്ച് ഉണ്ട്. വെറും 20 രൂപയാണ് ഇവിടുത്തെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ. പക്ഷെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സെറ്റപ്പ് ആണ് കേട്ടോ. ഞങ്ങൾ അധികം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ കയറാറുണ്ട്. ഇവിടെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറച്ച് വലിയ ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നീട് യാത്ര പോകലും. ഈ റൂട്ടിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.